അടുത്തതായി നമ്മൾ പോകുന്നത് ശബരിമലയിൽ നടക്കാൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരുമൊക്കെ തീരുമാനിച്ചത് വലിയ വാർത്തയായിരുന്നു. ഇവിടെ ഓർത്തെടുക്കേണ്ടത് കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയമാണ്. അതിനു മുമ്പായിരുന്നു സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഉത്തരവ് ഉണ്ടായത്. ആ ഉത്തരവിന് ശേഷം സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലടക്കം CPM-ഉം സർക്കാരുമൊക്കെ സ്വീകരിച്ചിരുന്ന നിലപാടുകളും ഒക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. പിന്നീട് വനിതാ മതിൽ ഒക്കെ തീർത്ത ഒരു സാഹചര്യം കൂടി പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. എന്തായാലും അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് കനത്ത തിരിച്ചടിയാണ് ഏൽക്കേണ്ടി വന്നത് എന്നുള്ളതായിരുന്നു. അത് ഒരു പരിധിവരെയെങ്കിലും CPM-നെ ഈ ശബരിമല വിഷയത്തിൽ ഒരു പുനർചിന്തനത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. അതായത് വിശ്വാസികൾ CPM-ൽ നിന്ന് അകന്നു പോകുന്നു എന്ന ഒരു ബോധം CPM-നുണ്ടായി. CPM-ന്റെ സമ്മേളനങ്ങളിലൊക്കെ വലിയ തോതിൽ അത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ അകന്നു പോകുന്നുവെങ്കിൽ അത് BJP-ക്കായിരിക്കും ഗുണം ചെയ്യുക എന്ന വിലയിരുത്തലുമുണ്ടായി. ഒരു ഘട്ടത്തിലൊക്കെ കോൺഗ്രസിൽ നിന്ന് അകന്നു പോകുന്നവരായിരിക്കാം BJP-ക്ക് നേട്ടമുണ്ടാക്കുക എന്നതായിരുന്നുവെങ്കിൽ അതിൽ നിന്ന് മാറി CPM-ലെ തന്നെ വലിയൊരു വിഭാഗം ആളുകളും BJP-ക്ക് അനുകൂലമാകുന്നുണ്ട് ഈ ശബരിമല വിഷയത്തിൽ എന്ന് CPIM തിരിച്ചറിഞ്ഞ ഒന്നുകൂടിയായിരുന്നു അത്. അതിൻ്റെ ഒരു ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് മുന്നിൽ വരാൻ പോകുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഹൈന്ദവ വോട്ടുകൾ വളരെ നിർണായകമാണ്. ഹൈന്ദവ വിഭാഗത്തിലെ സ്ത്രീകളുടെ വോട്ടുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വോട്ടൊക്കെ തിരികെ പിടിക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം. അതിനുകൂടിയുള്ള വഴിവെട്ടലാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്നാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ വിമർശനം ഉന്നയിക്കുന്നത്. അതിനിടെയായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ചടങ്ങിലേക്ക് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരെ അടക്കം ക്ഷണിച്ചിട്ടുള്ളത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് MK സ്റ്റാലിനും ഒപ്പം ഉദയനിധി സ്റ്റാലിനുമൊക്കെ ഈ ചടങ്ങിലേക്ക് എത്തും എന്നുള്ളതാണ്. അങ്ങനെ എത്തിയാൽ അവരെ തടയും എന്നാണ് BJP നേതാക്കൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതൊക്കെ ഒരു വ്യാമോഹം മാത്രമാണ്. ഇത് കേരളമാണ്, ഇതൊന്നും സാധിക്കുകയില്ല, ഇവിടെ തടയാൻ, അതായത് ഇങ്ങനെയൊന്നും തടയാൻ സാധിക്കില്ല എന്ന ഒരു നിലപാട് ഇപ്പോൾ CPM-നുണ്ട്. ആ നിലപാടിനെ കുറിച്ചാണ് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത്. എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖര സ്വപ്നം കണ്ടതായിരിക്കും. സ്വപ്നം കാണുമെങ്കിൽ മാത്രമേ ഇത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ യഥാർത്ഥത്തിൽ ഉള്ള ഒരു മനസ്സിൽ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. കേരളത്തെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖരന് യഥാർത്ഥത്തിൽ ഒരു ചുക്കും അറിയില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ അയ്യപ്പ സംഗമത്തിനായി കേരളത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എല്ലാ സംരക്ഷണവും കൊടുക്കാനുള്ള ധൈര്യവും ശേഷിയും ഉള്ള മുഖ്യമന്ത്രി തന്നെയാണ് കേരളം ഭരിക്കുന്നത്. അതിലൊന്നും ഒരു ഉത്കണ്ഠയും ചന്ദ്രശേഖരൻ പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ ഇതൊരു ഓർമ്മിക്കാതെ പറഞ്ഞ ഒരു പാഴ്വാക്കാറ്റ് മാത്രമേ കൂട്ടത്തിന് വേണ്ടി കഴിയുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഒരു കലാപം ശബരിമല മുമ്പ് ശബരിമലയിൽ ഉണ്ടായതുപോലെ ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഈ ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കലാപം ഉണ്ടാക്കി അതിൽ നിന്നും വല്ല മുതലെടുക്കാൻ വേണ്ടി പറ്റുമോ എന്നായിരിക്കും ഒരു വിഷയം നോക്കുന്നത്. ജൂതന്മാരുടെ സമ്മേളനത്തിന് ഹിറ്റ്ലർ എത്തും പോലെ എന്നാണ് സ്റ്റാലിൻ എത്തുന്നതിനെ രാജീവ് ചന്ദ്രശേഖർ വിശേഷിപ്പിച്ചത്. നമുക്കറിയാം കൂട്ടക്കൊല ചെയ്ത ഹിറ്റ്ലർ ആണ് എന്നതറിയാം. അതുപോലെ തന്നെ ഹിന്ദു സനാതന ധർമ്മത്തെ ഏറെ ചോദ്യം ചെയ്ത നേതാക്കളാണ് ഈ സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ മകനും എന്നുള്ളതാണ് BJP-യുടെയും ഹൈന്ദവ സംഘടനകളുടെയും ഒക്കെ ആരോപണം. ഒരുപക്ഷെ പ്രേക്ഷകർ വളരെ പെട്ടെന്ന് അതൊന്ന് ഓർമ്മിപ്പിക്കുന്നത് സനാതന ധർമ്മം സമൂഹത്തിന് ചേരുന്നതല്ല, അത് ഡെങ്കിയും മലേറിയയും പോലെയാണ്, അതുകൊണ്ട് ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞവർ ആണ് ഇവർ. അങ്ങനെയുള്ളവരെയാണോ ഈ ശബരിമലയിലെ ആഗോള സംഗമത്തിൽ എത്തിക്കുന്നത് എന്ന ചോദ്യമാണ് BJP നടത്തുന്നത്. എന്തായാലും 3000-ഓളം പ്രതിനിധികളെ എത്തിക്കുമെന്ന് പറയുമ്പോൾ അതിൽ NDA നേതൃത്വം നൽകുന്ന മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാക്കളും ഉണ്ടാകും എന്നുകൂടി അവകാശപ്പെടുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള 2 മന്ത്രിമാർ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പാർട്ടിയിലെയും നേതാക്കളെ സംഗമത്തിന്റെ ഭാഗമാക്കുമെന്നൊക്കെയാണ് സർക്കാർ പറയുന്നത്. ആരൊക്കെ പങ്കെടുക്കില്ല എന്നറിയണമെങ്കിൽ സെപ്റ്റംബർ 20 വരെ നമുക്ക് കാത്തിരിക്കണം. പക്ഷേ മന്ത്രി ശിവൻകുട്ടി ഇങ്ങനെ പറയുമ്പോഴും BJP പറയുന്നത് തടയണമെന്ന് വെച്ചാൽ തടയുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയുമാണ്. ഇവരെ തന്നെ ഈ അയ്യപ്പ ഭക്തജന സംഗമത്തിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കണമെന്ന് ഉള്ള പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ വാശി അത് ശബരിമലയെ തകർക്കാനുള്ള നിഗൂഢമായ നീക്കത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ശബരിമല ഭക്തജന സംഗമത്തിൽ ഈ പിണറായി വിജയനും അതുപോലെ
അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും മകൻ സ്റ്റാലിനും വരുന്നതിന് മുമ്പ് ശബരിമലയുടെ തകർക്കാൻ, ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമത്തെ പശ്ചാത്തപിക്കുകയും കേരളത്തിലെ ഭക്തജന സമൂഹത്തോട് അവർ പരസ്യമായി മാപ്പ് ചോദിക്കുകയും വേണം. മാപ്പ് ചോദിച്ചതിന് ശേഷം മാത്രമേ പിണറായി വിജയനും സ്റ്റാലിനും മകൻ സ്റ്റാലിനും അയ്യപ്പ ഭക്തജന സംഗമത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ മാപ്പ് പറയാതെയാണ് പങ്കെടുക്കാൻ അവർ ശ്രമിക്കുന്നതെങ്കിൽ ജനാധിപത്യ രീതിയിൽ അത് തടയാനുള്ള എല്ലാ മാർഗങ്ങളും ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കും. ഇവരുടെ ഹിന്ദു വിരുദ്ധ അല്ലെങ്കിൽ ഈശ്വരനെ നിഷേധിക്കുന്ന ഇവരുടെ നിലപാടിൽ ജനങ്ങൾക്ക് അതിശക്തമായ അമർഷവും പ്രതിഷേധവും ഉണ്ട്. അതിനോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടി.